10 മത്സരങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ബോസണ്ണൻ 9 മത്സരങ്ങൾ കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, അഭിഷേക് ശ്രീകുമാർ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ വീക്കിലേക്കും ടോപ്പ് 5ലേക്കും ഡയറക്റ്റ് ആയിട്ട് ഇടം പിടിച്ചിരിക്കുകയാണ് അഭിഷേക്. ഒരു ലെറ്റർ അയച്ചു കൊടുത്തിട്ടാണ് അഭിഷേകിന് ഈ വിവരം നമ്മുടെ ബിഗ് ബോസ് അറിഞ്ഞത്. ആള് വളരെ ഹാപ്പിയാണ്. ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കിന്റെ വീഡിയോകളൊക്കെ ഞാൻ സേവ് ചെയ്ത് ഇടും. എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഞാൻ സൂക്ഷിക്കുമെന്നൊക്കെയാണ് അഭിഷേക് പറഞ്ഞത്. പുള്ളി എത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അതുപോലെ 2 മത്സരത്തിൽ എനിക്ക് തൊടാൻ പോലും പറ്റാത്ത ലെവലിൽ ഒരാൾ തൂത്ത് വാരിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. ആ തൂത്ത് വാരിയത് ആരാണെന്ന് പ്രേക്ഷകർക്കും അറിയാം, എനിക്കും അറിയാം, അവിടെ ഇരുന്ന് കേട്ടോണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അഭിഷേകിന് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ ഇടയായതിൽ ഒരുപക്ഷെ ഏറ്റവും സന്തോഷിക്കുന്നത് ആ മനുഷ്യൻ തന്നെ ആയിരിക്കും അഭിഷേക് കഴിഞ്ഞാൽ. ഇപ്പം പുള്ളി ചാടിക്കുത്തി സ്പീച്ച് പറയാനും പിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനും ഒന്നും വേറെ ആരെയും പോലെ വന്നില്ല. ആ രീതിയിലുള്ള ഒരു ആളൊന്നും അല്ല പുള്ളി, അതറിയാമല്ലോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. പുള്ളിക്ക് ഹീസ് വെരി ഹാപ്പി. ഇപ്പം അഭിഷേക് ജയിച്ചതിൽ ജിൻഡോയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അഭിഷേകിന് ഒരു ചേട്ടനെ പോലെ ഒന്നും അല്ലെങ്കിലും ജിൻഡോയ്ക്ക് അഭിഷേക് ഒരു അനിയൻ തന്നെയാണ്. എന്തായാലും അഭിഷേക് ജയിച്ചു ടിക്കറ്റ് ഫിനാലെ. അഭിഷേക് ഇത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ടാസ്കിലൊക്കെ ഏറ്റവും കിടിലനായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ അഭിഷേക്. അപ്പം പുള്ളി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ ബിഗ് ബോസ് ലെവൽ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 50% താഴെ ഉള്ളൂ എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയും. പക്ഷെ ടാസ്കിലൊക്കെ അഭിഷേക് നല്ല കസറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലയിൽ പ്രത്യേകിച്ച്. അത് എടുത്തു പറയേണ്ടതായിട്ടൊരു ഉള്ളൊരു സംഭവമാണ്.